വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നല്ലോ. വലിയ ദുഃഖത്തോടും ഹൃദയവ്യഥയോടും വളരെ കണ്ണുനീരോടും കൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങളെ ദുഃഖിപ്പിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളോടുള്ള എൻ്റെ സമൃദ്ധമായ സ്നേഹം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ദുഃഖമുളവാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത്, ഒരു പരിധിവരെ ഞാൻ മയപ്പെടുത്തി പറയുകയാണ്, നിങ്ങളെല്ലാവരെയുമാണ്. അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി. അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിപതിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവൻ ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരണയുള്ളവരാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുതിയത്. നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കുന്നതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരല്ലല്ലോ. അവൻ നമ്മളെ കബളിപ്പിക്കാൻ ഇടവരരുത്. പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്. സംഭവം നമ്മൾ വായിച്ചു കേട്ടത് നമുക്ക് ഏകദേശം തിരിയുന്നുണ്ട്. കാര്യങ്ങളുടെ എല്ലാ വിശദാംശങ്ങൾ അറിയത്തില്ലെങ്കിൽ പോലും കൊരിന്ത്യസിലെ സഭയിലെ ഏതോ ഒരു വ്യക്തി ചെയ്ത ഏതോ ഒരു സമൂഹത്തിന് ദോഷകരമായ അല്ലെങ്കിൽ വിശ്വാസം നിരക്കാത്തതായ ഒരു പ്രവൃത്തി, അതിൻ്റെ പേരിൽ ആ സമൂഹം അപ്പോസ്തലൻ്റെ അനുഭവത്തോടും മനസ്സറിവോടും കൂടെ ചില ശിക്ഷണ നടപടികളെടുത്തു. അത് ആ വ്യക്തിക്ക് വലിയ ദുഃഖം, വേദന, ഒരുപക്ഷെ അപമാനം ഒക്കെ ഉളവാക്കി സഭാ സമൂഹത്തിനൊക്കെ മാറ്റി നിർത്തുന്നൊരു അനുഭവം പോലെ ആയിരിക്കാം. അങ്ങനെ വലിയ ദുഃഖത്തിൽപ്പെട്ടു ആ വ്യക്തി. അതേക്കുറിച്ച് അപ്പോസ്തലൻ പൊതുവായ ചില പ്രബോധനങ്ങൾ പരസ്യമായിട്ട് തന്നെ കൊടുക്കാനിട വന്നു. അതിൻ്റെ എല്ലാം ഒന്ന് സമാപിപ്പിച്ചുകൊണ്ട്, ഉപസംഹരിച്ചുകൊണ്ട് അപ്പോസ്തലൻ നൽകുന്ന ഒരു ഉപദേശ ഭാഗമാണ് ഇവിടെ. അപ്പോൾ അതേപ്പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്ത് സംഭവമാണ് ഉണ്ടായത് എന്നുള്ളതല്ല, മറിച്ച് ആ സഭയിലെ അംഗമായൊരു വ്യക്തി തെറ്റായ രീതി പെരുമാറിയ ഇട വന്നപ്പം അതിന് വളരെ കാർക്കശ നടപടിയെടുത്തു. പക്ഷേ ആ നടപടി എടുത്തു പോകുമ്പോൾ ആ സമൂഹത്തിൻ്റെ അജപാലകനായിരിക്കുന്ന, ഇടയനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ അജപാലനപരമായ ജാഗ്രതയോടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പിശാചിന് അവസരം കൊടുക്കരുത്, സാത്താന് അവസരം കൊടുക്കരുത്. ഇവിടെ എങ്ങനെയാണ് സാത്താനെപ്പറ്റി പറയാൻ ഇടവരുന്നത്? പൈശാചികമായ എന്തെങ്കിലും പ്രവൃത്തി ഈ പറഞ്ഞ ആൾ ചെയ്തതാണോ, അല്ല പൈശാചികമായ എന്തെങ്കിലും രീതിയിൽ സഭ അംഗങ്ങൾ ആരെങ്കിലും പ്രവർത്തിച്ചതാണോ? അതേപ്പറ്റി സൂചനയില്ല. മറിച്ച് ശിക്ഷണം സ്വീകരിക്കേണ്ടി വന്ന വ്യക്തി വലിയ ദുഃഖത്തിലായി, ഒത്തിരി വേദന, അവരൊത്തിരി സമൂഹത്തിൽ ഒരു പക്ഷേ അപമാനിതനായി. ആ അവസ്ഥയിൽ ഒരു പരിധിക്കപ്പുറം ഈ വ്യക്തി തുടരാൻ ഇടവരുത്തരുത്. അവസരം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവരോട് ക്ഷമിച്ചു, ഇപ്പോൾ കൊടുത്ത ശിക്ഷ തന്നെ ധാരാളം മതി. ഇനി നിങ്ങൾ അവനോട് സ്നേഹം കാണിക്കണം, അവനെ ചേർത്ത് പിടിക്കണം, ഒട്ടും മാറ്റി നിർത്തരുത്. അങ്ങനെ അവൻ്റെ ദുഃഖവും വേദനയും എല്ലാം ദൂരീകരിക്കണം. സ്നേഹത്തിൻ്റെ ഊഷ്മളതയും കൂട്ടായ്മയുടെ വലംകൈയൊക്കെ കൊടുക്കണം. അങ്ങനെ ചെയ്യണം എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്ന മറ്റൊരു പോസിബിലിറ്റി ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിതാണ്, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരായിരിക്കരുത്. എന്താ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്? ഒരു അതിര് കടന്ന അല്ലെങ്കിൽ ആഴപ്പെട്ട അല്ലെങ്കിൽ ശമിക്കാത്ത ദുഃഖത്തിലും വേദനയിലും ഒരു വ്യക്തി ദീർഘനാൾ കഴിയാനിട വന്നാൽ ആ വ്യക്തിയുടെ മേൽ പിശാചിൻ്റെ
ആക്രമണത്തിനുള്ള ഒരു പഴുത് വാതിൽ ആ വ്യക്തി ജീവിതത്തിലേക്ക് തുറക്കപ്പെടാനുള്ള സാധ്യത. സാത്താൻ്റെ തന്ത്രങ്ങൾ അവിടെയുണ്ട്. എഫേസ്യോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോൾ കോപത്തെക്കുറിച്ച് പറയുന്ന വചനഭാഗം നമുക്കറിയാം. 4-ാമത്തെ അധ്യായത്തിൽ 26-ാം തിരുവചനം, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അപ്പോൾ കോപം മറ്റൊരു വികാരമാണ്. ദുഃഖം ഇവിടെ പറയുന്ന കൊരിന്ത് സഭയിലുള്ള വ്യക്തി അനുഭവിക്കുന്ന വികാരമാണ്. ഇങ്ങനെയുള്ള വൈകാരിക അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നെഗറ്റീവായ വൈകാരിക അനുഭവം, അതിൽ ഒരു പരിധിക്കപ്പുറം ആഴപ്പെട്ടു പോയാൽ കോപം ഒരു വികാരമെന്ന രീതിയിൽ ആർക്കും ഉണ്ടാവാം. ഈശോ പോലും കോപിക്ക് നമ്മൾ കാണുന്നുണ്ട്, കോപത്തോടെ സംസാരിക്കുന്നുണ്ട്. ദേവനെ ശുദ്ധീകരിക്കാൻ നേരത്തെ ഈശോ കോപത്തോടുകൂടെ നോക്കിയിട്ട് എല്ലാം തട്ടിമറിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. യോഹന്നാൻ മത്തായി 23 ഈശോ കോപത്തോടുകൂടെ പ്രീസരെയും നിയമജരെയും ഒക്കെ അവരുടെ കപടനാട്യത്തെയൊക്കെ ശകാരിച്ചുകൊണ്ട് പരുഷമായ വാക്ക് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പസ്തലന്മാർ ഈ കുഞ്ഞുങ്ങളെ അമ്മമാർ ഈശ്വര മക്കളിൽ അനുഗ്രഹത്തിന് കൊണ്ടുവരുമ്പം വിശ്രമത്തിന് ഭംഗം വരുന്നത് കണ്ടപ്പോൾ അപ്പസ്തലന്മാർ ആ കുഞ്ഞുങ്ങളെ തടയുമ്പം ഈശോ കോപിച്ച് സംസാരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തലന്മാരോട് കോപമെന്ന് പറയുന്ന ഒരു സ്വാഭാവിക വികാരം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ സ്വാഭാവിക വികാരം ഒരു പാപാവസ്ഥയിലേക്ക് പോകാം. വെറുപ്പ് കയറിയാൽ, സ്വയം നിയന്ത്രണം വിട്ടുപോയാൽ, അങ്ങനെ വരുമ്പം അത് പാപമാകും. അത് അപ്പസ്തലൻ പറയുന്നത് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. കോപം എന്നുള്ള വികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരുത്തേണ്ട തെറ്റിനെക്കുറിച്ച് ബോധ്യം കൊടുക്കാൻ, അല്ലെങ്കിൽ കരുത്തില്ലാത്തവരെ ഉണർവുള്ളവരാക്കാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ വെറുപ്പിലേക്ക് പോയി, അകൽച്ചയിലേക്ക് പോയി, ഭിന്നിപ്പിലേക്ക് അല്ല ചീത്ത വാക്കുകളിലേക്ക് പോയി, മുറിപ്പെടുത്തലിലേക്ക് പോയിട്ട് ആ അവസ്ഥയിൽ നിങ്ങൾ നിന്നാൽ സാത്താൻ അവിടെ അവസരം കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഈ ദുഃഖത്തെക്കുറിച്ചും അവസരം പറയുകയാണ്. വലിയ ദുഃഖത്തിൽ, ശമനമില്ലാത്ത ദുഃഖത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വരുമ്പോൾ അതിലൂടെ തിന്മയ്ക്ക് അകത്ത് കയറാനുള്ള അവസരം കിട്ടും. നിരാശ, മടുപ്പ്, അല്ലെ എതിർചിന്ത, അല്ലെ ഇട്ടിട്ട് പോയേക്കാം. സാത്താൻ ഓതി കൊടുക്കും, നിന്നെ ആർക്കും വേണ്ട, കണ്ടില്ലേ അവരൊക്കെ നിന്നെ പുറത്താക്കിയിരിക്കുക, നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്, നീ ഇറങ്ങി വേറെ വല്ല വഴിക്കുമ്പോൾ എതിരോട് വല്ലതും ചെയ്യുക, അല്ല നീ പോയി ചാകുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിട്ട് കൊടുത്ത് അതിൻ്റെ പുറകെ വ്യക്തി പോയാൽ പിന്നെ അത് നന്മയ്ക്ക് വേണ്ടി കൊടുത്ത തിരുത്തൽ തിന്മയ്ക്കായിട്ട് ഭവിക്കും. നമുക്ക് പിന്നെ തിരുത്തിയെടുക്കാനുള്ള അവസരം കിട്ടാതെ വരും. അവിടെ സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം നമ്മൾ. ഏതാനും നാൾ മുമ്പ് ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ചു. ഇച്ചിരി പ്രായമുള്ള സഹോദരൻ തോന്നുന്നു. ആ സഹോദരി ഫോണിൽ വിളിച്ച് എന്നോട് ചോദിച്ചു, എന്നെ അച്ഛനല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ആ വ്യക്തി ഒന്നുകൂടെ ഉറപ്പാക്കാൻ വേണ്ടി ചോദിച്ചു, ഈ ഷാലോമിൽ പിശാചിൻ്റെ കളികളെക്കുറിച്ച് പറയുന്ന അച്ഛനാണോ? ഞാൻ പറഞ്ഞു, സഹോദരി, പിശാചൻ്റെ കളികളെക്കുറിച്ച് അച്ഛൻ പറയുന്നില്ലല്ലോ, പിശാചൻ്റെ പ്രവൃത്തികളെക്കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ആ സഹോദരി, അച്ഛാ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് അതേക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. നമ്മൾ പൈശാചികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ഇതൊരു വേണ്ടാത്ത വർത്തമാനമാണ് എന്നൊരു ചിന്ത വേണേൽ തോന്നാം. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായ പരാമർശങ്ങൾ കിടക്കുന്നുണ്ട്. ഈശോ ദൈവരാജ്യം പ്രഘോഷിക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അവിടെ എപ്പോഴും ഈശോ ഒരു പ്രഥമ പരിഗണന കൊടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പൈശാചികമായ ഇടപെടലുകളെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ്. സഭയെ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും മത്തായി 16 വാക്യങ്ങൾ, കേസറിയ ഫിലിപ്പിൽ വെച്ച് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം തുടർന്ന് ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈശോ ചൂണ്ടിക്കാണിക്കുന്നത് നരകവാതിൽ ഇതിനെതിരെ തുറക്കും, പരിശ്രമിക്കും, പ്രബലപ്പെടില്ല, പക്ഷേ കരുതലെടുക്കണം. പിന്നെ ഉടനെ നമ്മൾ കാണുന്ന പത്രോസ് ഈശോയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയുന്നതാണ് ഈശോയുടെ പീഡാസഹനത്തെപ്പറ്റി കേൾക്കുമ്പോൾ. അതിന് ഈശോയുടെ മറുപടി നമുക്കറിയാം, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോ എന്ന് വെച്ചാൽ സാത്താൻ പത്രോസിലൂടെ സംസാരിക്കാൻ അവിടെ ഇടവന്നു. അത് പത്രോസ് അറിഞ്ഞില്ല. സഭയുടെ അടിസ്ഥാനമായിട്ട് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ പത്രോസ് എന്ന അപ്പസ്തോലനെ ഈശോ കണ്ടുവെങ്കിലും നരകത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും ഇത്ര പെട്ടെന്നൊരാക്രമണം വരുമെന്ന് പത്രോസ് ഒട്ടും ഓർത്തില്ല. ഒരുപക്ഷെ ഈശോ അത് മുൻകൂട്ടി കണ്ടെന്ന് സംശയം പോലും തോന്നിപ്പോകും. കാരണം അത്ര തൊട്ടടുത്ത അവസരത്തിൽ ഈശോ സാത്താനെന്ന് വിളിക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ നിരവധിയായ അവസരങ്ങളിൽ വിധക്കാരൻ ഉപമ പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്, ദൈവരാജ്യത്തിൻ്റെ വിത്താണ് വചനം വഴി പ്രഘോഷിക്കുന്ന പഠിപ്പിക്കുന്ന ഈശോ ആദ്യത്തെ ഈ ശത്രു അല്ലെങ്കിൽ
എതിർപ്പ് വരുന്നത് പക്ഷി കൊത്തിക്കൊണ്ട് പോകുന്നു. വിത്ത് വിതയ്ക്കുന്നിടത്ത് പക്ഷികളെല്ലാം മരത്തെ വന്നിരിക്കും, ആ വിത്ത് വീഴുമ്പോൾ കൊത്തിക്കൊണ്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞ പോലെ ദൈവരാജ്യത്തിൻ്റെ വചനപ്രഘോഷം നടക്കുന്നിടത്ത് പൈശാചിക അരുവികൾ ചുറ്റും വന്ന് കൂടിയിട്ട് മനുഷ്യ ഹൃദയങ്ങളിൽ അത് പതിയാതിരിക്കാൻ അപ്പോൾ തന്നെ കൊത്തിക്കൊണ്ട് പോകും എന്ന് ഈശോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൈശാചികമായ പ്രവൃത്തികളുടെ നിരവധിയായ തരങ്ങൾ വിശുദ്ധ ഗ്രന്ഥം ആദ്യ അവസാനം മുന്നറിയിപ്പ് തരുന്നുണ്ട്. വിശുദ്ധ പോളാറാമൻ പാപ്പയുടെ പ്രസിദ്ധമായ ഡെലിവറസ് ഫ്രം ഈവിൾ എന്നുള്ള പ്രബോധനത്തെക്കുറിച്ച് നമ്മൾ ഈ വേദി നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. അത് പാപ്പ പറയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥം അവസാനം പിശാചിനെതിരെയുള്ള മുന്നറിയിപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ മുന്നറിയിപ്പുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അവബോധം ആവശ്യമുണ്ട്. സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം 4-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിൽ ജീവിച്ചിരുന്ന വലിയ വിശുദ്ധനാണ്. അദ്ദേഹം തൻ്റെ കത്തുകളിൽ ആവർത്തിച്ച് നൽകുന്നൊരു മുന്നറിയിപ്പാണ്, പ്രത്യേകിച്ച് വൈദികരോട് പറയുമ്പോൾ പൈശാചികമായ കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധമുള്ളവരായിരിക്കണം എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ക്രിസ്ത്യൻ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ള പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം ഇപ്രകാരം എഴുതുകയാണ്: ഇൻ കോമൺ വാർഫെയർ ഇൻഡീഡ് ഈച്ച് മാൻ റിപ്പൽസ് ദ എനിമി ബൈ ഡിസ്ചാർജിങ് ദ പർട്ടിക്കുലർ ഡ്യൂട്ടി വിച്ച് ഹി ഹാസ് അണ്ടർടേക്കൺ. ഒരു സാധാരണ യുദ്ധത്തിന് പോയാൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് ചെയ്തേച്ചാൽ മതി. മൊത്തത്തിലുള്ള യുദ്ധം മുഴുവനും ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ ഏറ്റെടുക്കണ്ട. ഓരോരുത്തരെ ഏൽപ്പിച്ച ഡ്യൂട്ടി അത് മാത്രം ചെയ്താൽ മതി. ബട്ട് ഹിയർ ഇറ്റ് ഈസ് അതർവൈസ്. പിശാചിനെതിരെയുള്ള ആത്മീയ പോരാട്ടത്തിൽ അങ്ങനെയല്ല. ആൻഡ് ഇഫ് എനിവൺ വിഷസ് ടു കം ഓഫ് കോൺകറർ ഇൻ ദിസ് വാർഫെയർ he must understand all forms of the art. ഏതെങ്കിലും ഒരു വ്യക്തി പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ വിജയിയായിട്ട് തിരിച്ച് ഇറങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ആദ്യ അവസാന തലങ്ങൾ, രഹസ്യങ്ങൾ, ഘട്ടങ്ങൾ മുഴുവനും അറിഞ്ഞിരിക്കണം എന്ന് പറയുകയാണ്. As the devil knows well how to introduce his own assailants through any one spot which may happen to be unguarded and to carry off the sheep. കാരണം പിശാചിനറിയാം ഈ യുദ്ധത്തിൽ ഒരു ഇടയൻ, ഒരു പ്രീസ്റ്റ്, ഒരു വൈദികർ കൊടുക്കുന്ന ഒരു പ്രത്യേക ഉപദേശമാണ് മെത്രാൻ എന്ന രീതിയിൽ ക്രിസോസ്റ്റം പിതാവ് ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പ്രസക്തമാണ് താനും. ഏതെങ്കിലും ഒരു തലത്തിൽ, ഒരു മേഖലയിൽ പൈശാചികമായ ഘടനകളെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതെ നീങ്ങിയാൽ ബാക്കി എല്ലാ തലങ്ങളും സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പഴുതിലൂടെ സാത്താൻ നുഴഞ്ഞു കയറിയിട്ട് പരാജയം വരുത്തി വെക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് തരികയാണ്. ബട്ട് നോട്ട് സോ വെയർ ഹി പെർസീവ്സ് ദ ഷെപ്പേർഡ് കമ്മിങ് എക്വിപ്ഡ് വിത്ത് ആക്യുറേറ്റ് നോളജ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ആൻഡ് വെൽ അക്വയർഡ് വിത്ത് ഹിസ് പ്ലോട്ടിങ്സ്. എന്നാൽ പൈശാചികമായ പ്രവർത്തികളുടെ കണികളെക്കുറിച്ച് നന്നായിട്ട് അറിവുള്ള ഒരു ഇടയൻ്റെ കീഴിലുള്ള അജഗണങ്ങളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അത്ര എളുപ്പത്തിൽ പിശാചിന് സാധിക്കുകയില്ല. അദ്ദേഹം എടുത്തു പറയാണ്ട് ഇവിടെ, ബട്ട് not to enumerate all the heresies of the devil, it will be enough to say that unless the shepherd is well skilled in refuting them all, the wolf, by means of any one of them, can enter and devour the greater part of the flock. ഈ പൈശാചിക പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ഭൗതിക അറിവ് മാത്രമല്ല, അതല്ല എണ്ണി പറയാനുള്ള ഒരു പ്രാഗൽഭ്യം ഉണ്ടാകുക എന്നുള്ളതല്ല, മറിച്ച് ഈ പൈശാചിക ഗണങ്ങൾക്കെതിരെ എങ്ങനെ മറുതലിച്ച് അല്ലെങ്കിൽ പ്രതിരോധമിട്ട് നിൽക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രായോഗിക ആത്മീയ അവബോധവും ആത്മീയ കരുത്തും ആർജിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ആയിരിക്കണം ഓരോ ഇടയനും ഓരോ വൈദികനും സഭാ ശുശ്രൂഷയിൽ എന്ന് ക്രിസോസ്റ്റം പിതാവ് തൻ്റെ വൈദികർക്ക് എഴുതുമ്പോൾ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഈ വൈദികൻ സുരക്ഷിതമാണെന്ന് കരുതി തൻ്റെ കസ്റ്റഡിയിൽ തൻ്റെ ചുമതല വച്ചിരിക്കുന്ന അജഗണങ്ങളെ ഈ പൈശാചിക ചെന്നായി കയറി തരം പോലെ തട്ടിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം പവർ ഓഫ് ഡീമൻസ് എന്ന് പറയുന്ന ഒരു എഴുത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പറയുകയാണ്: ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സെക്യൂരിറ്റി ടു നോ ക്ലിയർലി ദ ടാക്ടിക്സ് ഓഫ് ദ ഡെവിൾ ആൻഡ് വി ഡു ദിസ് നോട്ട് ബിക്കോസ് അവർ ഡിസ്കോഴ്സ് അബൌട്ട് ദ ഡെവിൾ ഈസ് സ്വീറ്റ് ടു us, but because the doctrine about him is full of security for you. For he is an enemy and a foe
ആൻഡ് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് സെക്യൂരിറ്റി ടു നോ ക്ലിയർലി ദ ടാറ്റിക്സ് ഓഫ് യുവർ എനിമീസ്. അത് പിതാവ് പറയുകയാണ്, പിശാചിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും പറയുന്നതും സുഖമായതുകൊണ്ടല്ല, മാധുര്യമുള്ള കാര്യമായതുകൊണ്ടല്ല, രുചികരമായ കാര്യമായതുകൊണ്ടല്ല ഇത് നമ്മൾ ഇതേപ്പറ്റി പറയേണ്ടത്, ചിന്തിക്കേണ്ടത്, അറിയേണ്ടത്. മറിച്ച് എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് വലിയ സംരക്ഷണം, സുരക്ഷിതത്വം നൽകുന്നതായതുകൊണ്ടാണ്. കാരണം പിശാച് നമ്മുടെ ശത്രുവാണ്, അവൻ നമ്മുടെ എതിരാളിയാണ്. അതുകൊണ്ട് അവൻ്റെ നടപടികൾ, നീക്കങ്ങൾ, രീതികൾ ഇത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിലേ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസോസ്റ്റം പിതാവ് ചൂണ്ടിക്കാണിക്കുന്നതായ ഈ ഇടയൻ, നല്ല ഇടയൻ ആയിട്ട് വർത്തിക്കേണ്ട വൈദികർ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകർ, അതിന് നല്ല മാതൃകയായിട്ട് നമ്മൾ പൗലോസപ്പോസ്തലനെ നമ്മൾ വായിച്ച വചനഭാഗത്ത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുള്ള ആ അജഗണം, അവരിലെ ഒരു വ്യക്തിക്കുണ്ടായ ഒരു വീഴ്ച, അതിന് സഭാസഭം കൊടുത്തൊരു ശിക്ഷണം, അതിൻ്റെ ഫലമായ വ്യക്തി നൊമ്പരത്തിന്, അവമാനത്തിന്, നാണക്കേടിന് കഴിയുന്നു, വേദന കഴിയുന്നു. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ്, ഇനി നിങ്ങൾ അവനോട് ക്ഷമിക്കണം, അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം, ഇനിയും ആ വേദന അവൻ തുടരാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ സാത്താൻ അത് മുതലാക്കും. അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച് അജ്ഞരല്ലല്ലോ നമ്മൾ പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ജ്ഞാനമുള്ളവരാകണം. അടിസ്ഥാനപരമായിട്ട് പ്രത്യേകിച്ച് നേതൃസ്ഥാനങ്ങളിലുള്ളവർക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു ബോധ്യം, പിശാച് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്നുള്ള സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ് എന്നുള്ളതാണ്. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ ഔദ്യോഗികമായ പ്രബോധനത്തിൽ 311 ഖണ്ഡികയിൽ സഭ പറയുന്നുണ്ട്, മാലാഖമാർ ഇൻ്റലിജൻ്റായ ബുദ്ധിയുള്ള വ്യക്തികളാണ്, സ്വന്തമായിട്ട് ആലോചിക്കാനും തീരുമാനിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന. ആ കൂട്ടത്തിൽ നിന്നും സ്വന്തം സ്വാതന്ത്ര്യത്താൽ, ഹിതത്താൽ വഴി പിഴച്ചു പോയ അരൂപികളാണ് സാത്താനും മറ്റ് അനുയായികളായിട്ടുള്ള പിശാചുക്കളും. അതുകൊണ്ട് അവർക്ക് വ്യക്തിപരമായ ഈ വ്യക്തിത്വമുണ്ട്, പ്രവർത്തന ശൈലി സ്വാതന്ത്ര്യമുണ്ട്, ഒരു വ്യക്തിയാണ്. വിശുദ്ധ വളാരം പാപ്പയുടെ പ്രശസ്തമായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡെലിവറസ് ഫ്രം ഈവിൾ അത് പാപ്പ പറയുന്ന ഒരു കമൻറ്റ് വളരെ പ്രസിദ്ധമാണല്ലോ. സാത്താനിലെ പിശാച് എന്ന് പറയുന്നത് വഴി തെറ്റിക്കുന്ന ജീവനുള്ള ആത്മീയ വ്യക്തിയാണ്. ഞാൻ എൻ്റെ പഠനത്തിൽ പൈശാചിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു വന്നപ്പോൾ കണ്ടെത്തിയ ബോധ്യപ്പെട്ട ഒരു കാര്യം, അനേക ഈ ദൈവശാസ്ത്രവും ആത്മീയശാസ്ത്രവും അറിയാവുന്ന സഭാ ശുശ്രൂഷകരും ആ തരത്തിൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ പോലും പിശാച് ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ബോധ്യം വ്യക്തമായിട്ട് ഇല്ല എന്നുള്ളതാണ്. ഞാൻ ബാംഗ്ലൂർ 5 വർഷത്തെ PhD പഠനത്തിലായിരിക്കുമ്പോൾ കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ശുശ്രൂഷ ചെയ്യുന്ന, നവീകരണ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ സുഹൃത്തായ ഒരു അച്ഛൻ എന്നെ വിളിച്ചു യാദൃശ്ചികമായിട്ട് മറ്റു കാര്യത്തിന് വേണ്ടിയിട്ട്. സംസാരിക്കവേ അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ അവിടെ എന്തെടുക്കുക? ഞാൻ പറഞ്ഞു, പഠിക്കുക. ഇപ്പോഴാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോഴാണ് പഠിക്കാൻ. എന്താ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, എക്സോർസിസം, സൈറ്റനോളജി, ഇതൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്, PhD പഠിക്കുന്നു. അതെ. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ശങ്കിച്ചൊരച്ഛൻ ചോദിച്ചു, ഇത് പിതാവ് പറഞ്ഞിട്ടാണോ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതെ, പിതാവ് തന്നെ എന്നെ പഠിക്കാൻ വിട്ടിരിക്കുന്നത് ഈ വിഷയം. അതെ. അച്ഛൻ വീണ്ടും അല്പം ഒന്ന് മൗനമായിട്ട് എന്നിട്ട് ചോദിച്ചു, പിശാച് ഉണ്ടെന്ന് തന്നെയാണോ സഭ എപ്പോഴും പഠിപ്പിക്കുന്നത്? അതേക്കുറിച്ച് സഭയുടെ പ്രബോധനം എന്താ? യഥാർത്ഥത്തിൽ ശക്തമായ പൈശാചിക അറിവുകൾക്കെതിരെ പൊരുതുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത് അദ്ദേഹത്തിന് സംശയം ഉണ്ടായിട്ടല്ല, മറിച്ച് ദൈവശാസ്ത്രപരമായ തലങ്ങളിൽ മാത്രം വ്യാപരിച്ചു പോകുന്ന അനേകരുടെ എഴുത്തുകളിലും ലേഖനങ്ങളിലും സംസാരത്തിലും പൈശാചികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ പരിഹാസം അല്ലെങ്കിൽ എതിരായുള്ള പ്രബോധനം, സൂചനകൾ അത് കേട്ടിട്ട് ഒരു സംശയം ഇങ്ങനെ ഉള്ളിൽ കയറി കിടക്കാനിട വന്നിരിക്കുന്നതുകൊണ്ട് അത് ചോദിച്ചതാണ്. ഇതുപോലെയുള്ള ഒരവസ്ഥ അനേകരുടെ ഉള്ളിൽ കയറി കിടക്കുന്നു. പിശാച് ഒരു വ്യക്തിയാണ് എന്നുള്ള ബോധ്യം ഉള്ളിൽ പതിഞ്ഞ് ഇല്ലാത്ത ഒരു വ്യക്തിക്കും, ഒരു ശുശ്രൂഷകനും, ഒരു ആത്മീയ നേതാവിനും, ഇടയനും പിശാചിനെതിരെ വേണ്ടതുപോലെ കരുതലെടുക്കാൻ, അവൻ്റെ കുതന്ത്രങ്ങൾക്കെതിരെ ജാഗ്രത എടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ എൻ്റെ അജപാലന അനുഭവങ്ങളിൽ പൈശാചികമായ അനുഭവങ്ങൾ വന്നപ്പോൾ അത് ധ്യാന ശുശ്രൂഷ പങ്കുവെച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ പിതാവായിരുന്നത് പള്ളിക്കാരൻ പിതാവിൻ്റെ മക്കൾ ഓരോ കാര്യങ്ങളും പറയുമ്പം എല്ലാ പ്രാവശ്യവും പിതാവ് എന്നെ
നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമായിരുന്നു. അച്ഛന് തോന്നുന്നതാണ്, ഇതിൻ്റെ എല്ലാം പുറകെ എടുത്ത് ചാടണ്ട, ഇതൊന്നും പിശാചൊന്നുമല്ല, ബന്ധനമൊന്നുമല്ല. എങ്കിലും അനുഭവങ്ങൾ കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, അടയാളങ്ങളുണ്ടായി, വിടുതലുണ്ടായി, അതിനെ പിതാവിനോട് പറയുമായിരുന്നു. പിന്നീട് പഠനം കഴിഞ്ഞ് വന്നപ്പം എൻ്റെ തീസിസ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കേണ്ട അവസരം വന്നപ്പം ഞാൻ പിതാവിൻ്റെ ഒരു ആശംസ വാങ്ങിക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഞാൻ മറ്റു പിതാക്കന്മാരെയൊക്കെ സമീപിച്ചു. പക്ഷേ പള്ളിക്കപ്പുറം പിതാവ് ഒന്ന് റിട്ടയർ ആയിട്ടിരിക്കുകയാണ്, എമിരിറ്റസ് ബിഷപ്പായിട്ട്. പിതാവിനോട് ആശംസ മേടിക്കാതെ എങ്ങനെയാണ് നീങ്ങുന്നത് എന്നോർത്ത് ചെന്ന് കഴിഞ്ഞാൽ പിതാവ് എന്നെ വഴക്ക് പറയുകയുള്ളൂ, തരികയില്ല എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് ഞാൻ മടിച്ചു. എങ്കിലും ഞാൻ ധൈര്യം സംബന്ധിച്ച് പിതാവിനടുത്ത് എന്നിട്ട് പറഞ്ഞ, പിതാവ് ഇങ്ങനെ പുസ്തകം പഠിച്ച് ഞാൻ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ്, പിതാവിൻ്റെ ആശംസ വേണം. പിതാവ് കുറച്ച് കാര്യം അതേപോലെ ചോദിച്ചു കേട്ടു. എന്നിട്ട് പിതാവ് പറഞ്ഞു തന്നു, ഞാനത് എഴുതിയെടുത്തു. അടുത്ത ഒരു ദിവസം ഞാനത് ക്രോഡീകരിച്ച് ഫോർമാറ്റ് ചെയ്ത് പിതാവിൻ്റെ അടുത്തൊരു വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ആദ്യ വാക്യം തന്നെ വായിച്ച് കേട്ട് പിതാവ് പറഞ്ഞു, ആ വാക്യം അങ്ങനെയല്ല, അത് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യണം. അത് പിശാചിൻ്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു സൂചന തരുന്നൊരു വാക്യമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും പിശാചൊരു വ്യക്തിയാണെന്ന സൂചന വേണ്ടെന്ന പിതാവ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പിതാവ് പക്ഷേ പറഞ്ഞു തന്ന വാക്യം പിതാവ് എഴുതി തന്നെനിക്ക് ഇങ്ങനെയാണ് ചേർക്കേണ്ടത്. ആ വാക്യം എൻ്റെ പുസ്തകത്തിൻ്റെ സൈറ്റൻ നെക്സസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഇതിൻ്റെ ആമുഖത്തിൽ പിതാവ് ആശംസ കൊടുത്തിരിക്കുന്ന ആ വാക്യം ഇങ്ങനെയാണ്: ഈവിൾ ആൻഡ് ഈവിൾ സ്പിരിറ്റ്സ് ആർ often considered by many as some abstract entity, but that the evil spirits are personal entities is well established in the scripture and the magisterium of the church. ഇത് പറഞ്ഞിരിക്കുന്നത് ഈ പൈശാചി തിന്മയും തിന്മയുടെ അരൂപികളും അനേകരവയെ പരിഗണിക്കുന്നത് ഒരു അമൂർത്ത ആശയപരം മാത്രമായ സാങ്കല്പികമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം എടുത്തു പറയുകയാണ്, വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ ആധികാരിക പ്രബോധനവും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു അശുദ്ധ ആത്മാക്കളുടെ പൈശാചിക അരൂപികൾ വ്യക്തികളാണ്. അത് വീണ്ടും തുടരുകയാണ്: ഓൾ ദി ഏൻഷ്യന്റ് ലിറ്ററേച്ചർ ട്രഡീഷൻസ് അണ്ടർസ്റ്റാൻഡ് ഈവിൾ ഇൻ ടേംസ് ഓഫ് ദി ഈവിൾ വൺ ആൻഡ് ഹിസ് മീനിയൻസ്. സഭയുടെ പഴയ പരമ്പരാഗതമായ പ്രധാന ലിറ്റർജിക്കൽ ക്രമങ്ങൾ, ആരാധനാക്രമങ്ങളെല്ലാം തിന്മയെ മനസ്സിലാക്കിയിരിക്കുന്നത് ദി ഈവിൾ വൺ, വെറും തിന്മയെന്നല്ല, ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദി ചർച്ച് ഹാസ് ഓൾവേസ് ബീൻ വെൽ കൺവിൻസ്ഡ് ഓഫ് ദി ഡിസാസ്റ്റർസ് ഇഫക്ട്സ് ദാറ്റ് ദീസ് ഈവിൾ എൻറ്റിറ്റീസ് ആർ കേപ്പബിൾ ഓഫ് ഇൻഫ്ലിക്റ്റിംഗ് അപ്പോൺ ഹ്യൂമൻ ലൈഫ്സ്. മനുഷ്യജീവിതത്തിൻ്റെ മേൽ ഈ പൈശാചിക അരൂപികളൊക്കെ ചെലുത്താൻ സാധിക്കുന്ന ഉപദ്രവങ്ങളെക്കുറിച്ച്, ദുരന്തങ്ങളെക്കുറിച്ച് സഭ എല്ലാ കാലത്തിലും ബോധ്യപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇത് പിതാവ് അങ്ങനെ കുറിച്ച് ഇത് ചേർക്കണമെന്ന് പറഞ്ഞ് തന്നപ്പം പിതാവിന് ആശ്ചര്യപ്പെട്ടു പോയി. എൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളിൽ ഞാൻ പങ്കുവച്ച കാര്യങ്ങൾ പിതാവ് നിരുത്സാഹപ്പെടുന്നവർ സംസാരിച്ചു. യഥാർത്ഥത്തിൽ അത് എൻ്റെ അനുഭവങ്ങളെ ഞാൻ വളരെ ജാഗ്രതയോടെ സമീപിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പിതാവ് ഒരു കരുതലെടുത്തതായിരുന്നു. പക്ഷേ പിതാവിൻ്റെ ഉള്ളിൽ ഈ ബോധ്യം വ്യക്തമായിട്ട് കിടക്കുന്നത് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ പങ്കുവെക്കലിൽ പിശാചിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് നാം എല്ലാം അറിവുള്ളവരാകണം എന്നൊരു ബോധ്യം നമുക്ക് ആഴത്തിലെടുക്കാം. അത് ഒറ്റ ഒരു ചിന്ത വെച്ചുകൊണ്ടോ ഒരു അരമണിക്കൂർ കൊണ്ടോ ഏതാനും മണിക്കൂറുകളുടെ വിചിന്തനം കൊണ്ടോ ഒന്നും ആഴപ്പെടുത്തിയെടുക്കാതെ പൂർത്തിയാക്കാവുന്ന ഒരു അന്വേഷണമല്ല അത്. വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പാരമ്പര്യവും ഞാൻ ഈ പുസ്തകത്തിൽ പങ്കുവെച്ചിരിക്കുന്നവർ ജോൺ ക്രിസ്റ്റോസ്റ്റർ പിതാവിനെ പോലെ അനേക പിതാക്കന്മാരൊക്കെ വളരെ വിശദമായ പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ വേദിയിൽ അതേപ്പറ്റി കുറേശ്ശെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിശാചിൻ്റെ കളികളെക്കുറിച്ചല്ല, മറിച്ച് പിശാചിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയാൻ സംരക്ഷണം നമുക്ക് എടുക്കുവാനായിട്ട് നമുക്ക് അല്പസമയം തിരുസന്നിധി പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഉള്ളങ്ങളെ ഇപ്പോൾ ചേർക്കാം. കർത്താവായ ദൈവമേ, അങ്ങനത്തെ പാദങ്ങൾ ഇരുത്തി ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വലിയ ഇടയനായ ഈശോയുടെ ഹൃദയം ഒപ്പിയെടുത്ത പൗലോസപ്പസ്തോലൻ തൻ്റെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട കോറിന്തോസ് സഭയിലെ ഒരു വ്യക്തിക്ക് കൊടുക്കപ്പെട്ട ശിക്ഷണ നടപടി, അതിൻ്റെ ഫലം അദ്ദേഹം അനുഭവിച്ച ഏകാന്തതയും വേദനയും അപമാനവും ദുഃഖവും, അത് പിശാചിനൊരു അവസരമായി, ഒരു കെണി ഒരുക്കാനുള്ള ഒരു വാതിലായിട്ട് ഭവിക്കാതിരിക്കാൻ ജാഗ്രതയുടെ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഞങ്ങൾ തിരുവചനത്തിൽ ശ്രദ്ധിക്കുകയായിരുന്നു. ദുഃഖവും അതിരുവിട്ട കോപവുമൊക്കെ പിശാചിന് തുറക്കപ്പെടുന്ന വാതിലൂടെ ഭവിക്കാമെന്നുള്ള തിരിച്ചറിവ്. നല്ല ദൈവമേ, വിശുദ്ധനായ ക്രിസോസ്റ്റം പിതാവ് തൻ്റെ ചുമതല സഹപ്രവർത്തകരായ വൈദികർക്ക് എഴുതുന്ന ഉപദേശം, ഒരു യുദ്ധത്തിൽ ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ ഒരടവ് പഠിച്ചാൽ മതി, പക്ഷേ ആത്മീയ യുദ്ധത്തിൽ പിശാചിൻ്റെ അടവുകളെപ്പറ്റി എല്ലാം അവബോധമുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
പൈശാചികമായ കാര്യങ്ങൾ കേൾക്കുന്നതും പറയുന്നതും സുഖകരമായ കാര്യമല്ല, രുചിയുള്ള മധുരമായ കാര്യമല്ല ആ പിതാവ് പറയുന്നു. പക്ഷേ നമ്മുടെ സെക്യൂരിറ്റിക്ക് ഇത് ആവശ്യമാണ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദൈവരായ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പകർന്നിരുന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ എളിമയും തുറവിയും ശിശുഭാവവും അങ്ങ് ശ്രദ്ധിക്കാനുള്ള ആ ഒരു ഹൃദയ ബുദ്ധിയുടെ പ്രകാശവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ദൈവമേ, പെസഹ കത്തോലിക്കാ സഭയിൽ എളിയ ദാസനും കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപതയുടെ വാഗോൺ മൗണ്ടിനുമ ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും ഈ സമയം അങ്ങയുടെ തിരുവചനത്തിനായി കാതോർത്ത് അങ്ങ് വെളിപ്പെടുത്തി ദിവ്യായ രഹസ്യങ്ങൾ ഉള്ളു നിറയെ ശിശുഭാവത്തോടെ സ്വീകരിച്ചായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമർത്തിയുടെ ദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളുടെ മേലുള്ള സകല പൈശാചിക പിടുത്തങ്ങളും അവകാശങ്ങളും സ്വാധീനങ്ങളും അറിയാതെ അവന് വന്നുപോയ അവകാശങ്ങളെല്ലാം അങ്ങയുടെ കുരിശൻ്റെ മുദ്രയാൽ പൗരോഹിത്യത്തിൻ്റെ സഭയോടെയുള്ള അധികാര ഐശ്വര്യവാദ ശക്തിയാൽ വിട്ടുമാറിപ്പോകാൻ ഇടവരട്ടെ. പിശാചിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ദൈവരാജ്യത്തിൻ്റെ ശക്തരായ ധീരരായ വിജയികളായ പോരാളികളായിട്ട് ഈ മക്കൾ ഓരോരുത്തരും മാറാനിട വരികയും ചെയ്യട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.